പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മംഗളവനഹൃദയം. ഈ കഥ കേൾക്കൂ. മംഗളവന വിദ്യാലയം അന്നേ ദിവസം അല്പം വ്യത്യസ്തമായൊരു ഉണർവിലായിരുന്നു. ക്ലാസ് മുറികളിലെ മണിയുടെ ശബ്ദത്തിനു പകരം കാട്ടുപാതകളിലൂടെ നടന്നു പോകുന്ന അധ്യാപകരുടെ യാത്രയായിരുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത. വിദ്യാർത്ഥികളുടെ ക്ഷേമം നേരിട്ടറിയാനായി സോണൻ കടുവ, റമ്മി അരയന്നം, ഷോജൻ കരടി, ഹാരി ആന, ഗ്യാരി മയിൽ, നോനു മുയൽ, വൈദേഹി സിംഹം, പ്യാരി പ്രാവ്, അജനാട്, ഗജൻ മാഷ് എന്നീ അധ്യാപകർ ഓരോരുത്തരായി പുറപ്പെട്ടു. അവർ അധ്യാപകർ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ രണ്ടാമത്തെ രക്ഷിതാക്കൾ തന്നെയായിരുന്നു. സോണൻ കടുവ കാടിൻ്റെ ആഴത്തിലുള്ള ഗുഹകളിലെത്തി. എൻ്റെ കുഞ്ഞ് ക്ലാസ്സിൽ മിണ്ടാറില്ല എന്ന് ആശങ്കപ്പെട്ട അമ്മ കൊടവിയോട് പറഞ്ഞു. അവൻ മിണ്ടിയില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ പലതും പറയുന്നു, പാഠങ്ങൾ പഠിക്കുന്നു. പ്യാരി പ്രാവ് ഉയർന്ന വൃക്ഷങ്ങളിൽ പണിത കൂടുകളിൽ കയറി ചിറകുകൾ വിറയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങൾ നോക്കി. അറിവ് ചിറകുകളാണ്, പേടിക്കണ്ട എന്ന് അവൾ ആശ്വസിപ്പിച്ചു. സോജൻ കരടി മാളങ്ങളിലെത്തി കഷ്ടപ്പാടുകൾ പറഞ്ഞ കരടിക്കുഞ്ഞിൻ്റെ അച്ഛനോട് പറഞ്ഞു, വിദ്യാഭ്യാസം മധുരമില്ലെങ്കിലും ജീവിതത്തിന് അതാണ് ഏറ്റവും വലിയ തേൻ മധുരം. ഹാരി ആനയുടെ ചുവടുകൾ കാട്ടിൽ മുഴങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വന്നു. അവരുടെ കയ്യിൽ ആ സാറിനുള്ള സമ്മാനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞ് അവയെല്ലാം തിരികെ കൊടുത്ത് തുമ്പിക്കൈ കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെറുതല്ല, നിങ്ങൾ വലുതാകാനിരിക്കുന്നവർ. ഗ്യാരിമയിൽ നിറമുള്ള ചിറകുകൾ വിരിച്ച് കുഞ്ഞുങ്ങളുടെ കലാപരമായ കഴിവുകളെക്കുറിച്ച് സംസാരിച്ചു. നോനുമുയൽ ഭയക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തിരുന്ന് ധൈര്യത്തിൻ്റെ ചെറുവിത്തുകൾ വിതറി. വൈദേഹി സിംഹം ഗൗരവത്തോടെ രക്ഷിതാക്കളോട് പറഞ്ഞു, ശക്തി ഗർജനത്തിലല്ല, സഹനത്തിലും സ്നേഹത്തിലുമാണ്. രമ്യ അരയന്നം ഓരോ വീട്ടിലും സന്ദേശം അറിയിച്ചു. വിദ്യാലയവും വീടും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾ അറിവിൻ്റെ ലോകത്തുയരുന്നത്. സന്ധ്യയായപ്പോൾ എല്ലാവരും സൂര്യബലി മലയുടെ മുകളിൽ ഒത്തുകൂടി. ചുവന്ന ആകാശത്തിനടിയിൽ അവർ വട്ടം കൂടിയിരുന്നു. അതൊരു യോഗമല്ല, ഹൃദയങ്ങളുടെ സംഗമമായിരുന്നു. ഇന്ന് നമ്മൾ കണ്ടത് പാഠപുസ്തകങ്ങൾക്ക് പുറത്തുള്ള ജീവിതമാണ്, പ്രധാന അധ്യാപിക പറഞ്ഞു. ഓരോ കുഞ്ഞും ഒരു കഥയാണ്, രമ്യ പറഞ്ഞു. ആ കഥകൾ നന്നായി എഴുതപ്പെടണം. ഹാരി ആന ഗൗരവത്തോടെ കൂട്ടിച്ചേർത്തു. അന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. മംഗളവന വിദ്യാലയം വെറും പഠനകേന്ദ്രമല്ല, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഭാവിയുടെ വിദ്യാലയമാകണമെന്ന്. സൂര്യൻ മലയുടെ മറവിൽ മറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പ്രകാശം തെളിഞ്ഞിരുന്നു. കുഞ്ഞുങ്ങൾ നന്നാകുമ്പോൾ കാട് മുഴുവനും നന്നാകും. അതാണ് മംഗളവന വിദ്യാലയത്തിലെ യഥാർത്ഥ പാഠം.